പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ അഖിൽ മഞ്ചേരി. A+ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ ചോദ്യ ഉത്തരങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. കുട്ടികൾ വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കുക. നമുക്ക് നേരിട്ട് പാഠപുസ്തകത്തിലെ ചോദ്യ ഉത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: നിരവലംബം മമ കുടുംബവുമിനി. തനിക്കൊരാപത്ത് വന്നപ്പോഴും കുടുംബത്തെക്കുറിച്ചാണ് ഹംസം ചിന്തിക്കുന്നത്. മറ്റെന്തെല്ലാം സവിശേഷതകളാണ് ഹംസത്തിനുള്ളത്? ചർച്ച ചെയ്യുക. നോക്കുക, ആപത്ത് വന്നപ്പോൾ കുടുംബത്തെക്കുറിച്ചോർത്താണ് ഹംസം വിഷമിക്കുന്നത്. അച്ഛൻ മരിച്ചുപോയി എന്നും ഏക മകനായ താൻ മാത്രമാണ് കുടുംബത്തിൻ്റെ ആശ്രയമെന്നും പറയുന്നു. തനിക്ക് ആപത്ത് വന്നതറിഞ്ഞാൽ ഭാര്യ ജീവൻ കളയും. തനിക്ക് സ്വർണ്ണ ചിറകുകളായതിനാൽ ആരിലും കൗതുകം ജനിപ്പിക്കുന്ന രൂപമാണെൻ്റേത്. ഹംസത്തിൻ്റെ വാക് സാമർഥ്യവും സവിശേഷമാണ്. രാജാവിനോട് പോലും അദ്ദേഹം ചെയ്യുന്നത് തെറ്റാണ് എന്ന് ഹംസം പറയുന്നു. ഇങ്ങനെ രൂപത്തിലും ഭാവത്തിലും ഒട്ടേറെ ഗുണവിശേഷങ്ങളുള്ളവനാണ് ഹംസം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: നിങ്ങൾ സ്നേഹമേ വിഹിതം നമയ ദ്രോഹം ഇതു പൊഴുതമരകവര ഗുണനിധേ. വരികളും പാഠസന്ദർഭങ്ങളും വിശകലനം ചെയ്ത് നളൻ എന്ന കഥാപാത്രത്തെ നിരൂപണം തയ്യാറാക്കുക. ഉത്തരം ശ്രദ്ധിക്കുക. നിഷധ രാജ്യത്തെ രാജാവാണ് നളൻ. ദമയന്തിയിൽ അനുരക്തനായിരിക്കുകയാണ് അദ്ദേഹം. അങ്ങനെ പ്രണയ പരവശനായി ഉദ്യാനത്തിൽ നിൽക്കുമ്പോഴാണ് സ്വർണ്ണ നിറമുള്ള കൗതുകമുണർത്തുന്ന രൂപത്തിലുള്ള ഒരു ഹംസം ഉറങ്ങുന്നത് നളൻ കാണുന്നത്. നളൻ ഉടൻ തന്നെ ഹംസത്തെ പിടികൂടി. തുടർന്ന് നളൻ്റെ പിടിയിലകപ്പെട്ടപ്പോൾ പേടിച്ച് കരയുന്ന ഹംസത്തെ നളൻ ആശ്വസിപ്പിക്കുകയാണ്. അതിനോട് ഇഷ്ടക്കേടില്ലെന്നും സ്നേഹം മാത്രമേ ഉള്ളൂ എന്നും നളൻ പറയുന്നു. സഹജീവി സ്നേഹം നളനിൽ കാണാൻ സാധിക്കുന്നു. പിന്നീട് അതിനോട് സ്വതന്ത്രമായി പറന്നു പൊയ്ക്കൊള്ളാനും കൂടെ നളൻ പറയുന്നുണ്ട്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ദ്രോഹമിതു പൊഴുതമരകവര ഗുണനിധേ ഖേദമരുതുതേ പറന്നിച്ചയ്ക്കൊത്ത വഴി ഗച്ഛ നീ. ചില അക്ഷരങ്ങൾ വരികളിൽ ആവർത്തിക്കുന്നുണ്ടല്ലോ. ഇത് കാവ്യത്തിൻ്റെ ചൊല്ലഴക് വർദ്ധിപ്പിക്കുന്നില്ലേ? ഇത്തരത്തിലുള്ള വരികൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി അവയുടെ സവിശേഷതകൾ അവതരിപ്പിക്കാനാണ് ചോദ്യം. അപ്പോൾ ഇത് ഏകദേശ രൂപം പറഞ്ഞുതരാം. ചില അക്ഷരങ്ങൾ, പ്രത്യേകിച്ച് ത, ച, ഘ എന്നീ അക്ഷരങ്ങൾ വരികളിൽ ആവർത്തിക്കുന്നത് കവിതയുടെ ആലാപന ഭംഗി വർദ്ധിപ്പിക്കുന്നുണ്ട്. ശബ്ദഭംഗി വർദ്ധിപ്പിക്കാൻ അക്ഷരങ്ങളുടെ ആവർത്തനം സഹായിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ചെറുതും പിഴ ചെയ്യാതൊരെന്നെ കൊന്നാൽ ബഹുദുരിതമുണ്ടു തവ ഭൂപതേ. ഭൂപതേ എന്ന് പറഞ്ഞാൽ രാജാവേ. ഹംസത്തിൻ്റെ വാക്കുകൾ വിശകലനം ചെയ്ത് അവയിൽ തെളിയുന്ന ജീവിത മൂല്യങ്ങൾ കണ്ടെത്തി അവതരിപ്പിക്കുക. ഉത്തരം ശ്രദ്ധിക്കുക. ചെറിയ തെറ്റുപോലും ചെയ്യാത്ത തന്നെ കൊന്നാൽ രാജാവായ അങ്ങയ്ക്ക് പലതരത്തിലുള്ള ദുരിതം വന്നു ചേരും എന്നാണ് ഹംസം ഓർമ്മിപ്പിക്കുന്നത്. തെറ്റു ചെയ്യാത്തവനെ ശിക്ഷിക്കുകയോ ഒരു തരത്തിലും ഉപദ്രവിക്കുകയോ ചെയ്യരുത് എന്ന നിലപാടാണ് ഹംസത്തിനുള്ളത്. ഇത് ഇന്നത്തെ കാലഘട്ടത്തിലെ നിയമവ്യവസ്ഥയ്ക്ക് പോലും സ്വീകാര്യമായ ഒന്നുമാകുന്നു. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. അയ്യോ, ഗുണവും അനവധി ദോഷമായതു എന്ന് ഹംസം വിലപിക്കുന്നുണ്ടല്ലോ. നമ്മുടെ ഗുണങ്ങളും ചിലപ്പോൾ നമുക്ക് ദോഷത്തിന് കാരണമാകുന്നു എന്ന ഈ നിരീക്ഷണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? സ്വാഭിപ്രായം സമർത്ഥിക്കുക. ഉത്തരം ശ്രദ്ധിക്കുക. രൂപഭംഗി കണ്ട് കൗതുകം തോന്നിയാണ് നളൻ ഹംസത്തെ പിടികൂടുന്നത്. രൂപഭംഗി എന്നത് ഈ സമയം ഹംസത്തിന് ശാപമായി തീരുന്നു. ആ ഗുണം ഇപ്പോൾ തനിക്ക് ദോഷത്തിന് കാരണമായിരിക്കുന്നു എന്നാണ് ഹംസം ചിന്തിക്കുന്നത്. ഇത്തരം സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാം. കാരണം നമ്മൾ നല്ല ഉദ്ദേശശുദ്ധിയോടുകൂടി ഒരു കാര്യം ചെയ്താൽ ചിലപ്പോൾ അത് നമുക്ക് തന്നെ ബുദ്ധിമുട്ടായി വരുന്ന സന്ദർഭങ്ങളും ഉണ്ടാവാറുണ്ടല്ലോ.
ഇതിൻ്റെ ഉദാഹരണമായി നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഇത്രയാണ് ചോദ്യ ഉത്തരങ്ങളായി കാണാൻ സാധിക്കുന്നത്. കുട്ടികൾ കൃത്യമായ രീതിയിൽ ഈ ഉത്തരങ്ങൾ എഴുതിയെടുത്ത് പഠിക്കാനായി ശ്രദ്ധിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠഭാഗത്തിൻ്റെ ആശയവുമായി ബന്ധപ്പെട്ട് കണ്ടുമുട്ടാം. നന്ദി.